ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ മൈ ലൈഫാണ് കാണിക്കുന്നുള്ളത്. രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയതിന് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കേണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് ലഞ്ചിന് കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ചിരങ്ങയായിരുന്നു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് താളിച്ച് അങ്ങനെയാണ് വെക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വേഗം കുക്കറിൽ ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചു. എന്നിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് താളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം വേഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചെയ്യാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ക്രാഫ്റ്റ് പേജും ഉണ്ട്, റെൻ്റൽ പേജ് പറഞ്ഞാൽ ജ്വല്ലറി റെൻ്റൽ പേജും ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ്, അതായത് ലോങ് വീഡിയോ ആണോ ഷോർട്സ് ആണോ വേണ്ടത്, ഡേ ഇൻ മൈ ലൈഫ് ആണോ, ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അങ്ങനെ എന്തെങ്കിലും വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. പിന്നെ ഞാൻ കറിയും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതെല്ലാം കിച്ചണത്തെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേഗം ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സും മോൻ്റെ പ്രോഡക്റ്റ്സും, അതായത് ഇങ്ങനെ ലോഷന്, ക്രീം, സ്കിൻ കെയർ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള സ്ലിപ്പും കാര്യങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളെല്ലാം ഹാൻഡ് ബാഗിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആവശ്യമുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തതെല്ലാം ഡിസ്പോസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ബാസ്ക്കറ്റ് കഴുകിയിട്ടല്ല ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചിട്ട്, അങ്ങനെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തിനെങ്കിലും സ്ട്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൊടിയും കാര്യങ്ങളായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചിട്ട് വേറൊരു തുണിയും കൊണ്ട് അത് ആ നനവൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ പ്രൊഡക്ട്സും, അതായത് സ്കിൻ കെയർ ചെയ്യുന്നതും മോൻ്റെതും എൻ്റെതും എല്ലാം ഞാൻ ആ ക്ലോത്ത് കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് ബാഗിൽ ഞാൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ സാധനങ്ങൾ കുത്തി നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ചെറിയൊരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ അതിൽ സേഫ്റ്റി പിന്നും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരി തുടക്കാനാണ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ബെഡെല്ലാം നീറ്റാക്കിയിട്ട് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണിയെല്ലാം എൻ്റെയും മോൻ്റെ എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡും വിരിച്ചിടും അടിച്ചുവാരി തുടക്കുകയെല്ലാം ചെയ്തു. പക്ഷേ ആ ക്ലിപ്പെല്ലാം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ ഏകദേശം വ്യൂ ഇങ്ങനെ ആയിരുന്നിട്ടുണ്ടായിരുന്നേ.
പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ മോനിക്ക് ജിലേബി വേണമെന്ന് പറഞ്ഞപ്പോൾ ജിലേബി എടുത്ത് കൊടുത്തപ്പോൾ ഞാനൊരു പീസ് ജിലേബി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചായിരുന്നു. അപ്പോൾ അതിൽ ക്യാരറ്റും ക്യാപ്സിക്കും ഒണിയനും മാത്രമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. കുറച്ച് മയോണൈസും കെച്ചപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ടുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്